ിലേക്കാണ് സ്വകാര്യ ബസ് ജീവനക്കാരുടെ മത്സരയോട്ടവും കയ്യാങ്കളിയും പതിവാവുകയാണ്. തിരുവനന്തപുരം കിഴക്കേക്കോട്ട സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഗുണ്ടാ വിളയാട്ടത്തിനാണ് സാക്ഷിയായത്. കഴിഞ്ഞ ദിവസങ്ങളിലും ബസ്സിനുള്ളിൽ സംഘർഷവും കത്തിക്കുത്തുമൊക്കെ ഉണ്ടായിരുന്നു. മിക്ക ദിവസങ്ങളിലും ഇവിടെ തർക്കങ്ങൾ ഉണ്ടാകുന്നു എന്നത് വ്യക്തമാണ്. കിഴക്കേക്കോട്ടയിൽ സ്വകാര്യ ബസ് ജീവനക്കാരെ കൊണ്ടുള്ള പരാതി പുതിയ കാര്യമല്ല. അപകടവും ഭീഷണിയും തമ്മിൽ തല്ലുമെല്ലാം പതിവ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ 2 ദിവസത്തെ ചില തർക്കങ്ങളുടെ ദൃശ്യങ്ങളാണ്. കിഴക്കേക്കോട്ടയിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുള്ള അടിപിടിക്ക് ഓരോ ദിവസവും ഓരോ കാരണങ്ങളാണ്. സമയക്രമം പാലിക്കാത്തതും ഓവർടേക്ക് ചെയ്തതും വ്യക്തിപരമായ തർക്കവുമെല്ലാം ബസ്സിനുള്ളിലാണ് തീരുന്നത്. കഴിഞ്ഞ 2 ദിവസമായി നടന്ന 2 സംഘർഷങ്ങളുടെ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതിലൊന്ന് കത്തിക്കുത്ത്. ബസ്സിനകത്ത് സീറ്റിലിരുന്ന കണ്ടക്ടറെ മറ്റൊരു ബസ് ജീവനക്കാരൻ കത്തി ഉപയോഗിച്ച് കുത്തി. പലതവണ കുത്തിയ ശേഷം പിന്നെയും ആക്രോശിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഒരു മിനിറ്റ് സമയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് നിറയെ യാത്രക്കാരുള്ള ബസ്സിനകത്ത് അടിപിടിയിലെത്തിയത്. മറ്റൊരു ബസ്സിന്റെ കണ്ടക്ടർ ബസ്സിലെത്തി കണ്ടക്ടറെ മർദ്ദിക്കുകയായിരുന്നു. കിഴക്കേക്കോട്ടയിൽ സ്വകാര്യ ബസ് ജീവനക്കാർക്കെതിരെ പരാതികൾ നിരവധിയാണ്. അമിതവേഗം മൂലം അപകടങ്ങളും നിത്യസംഭവം. കിഴക്കേക്കോട്ടയിൽ ബസ് നിർത്തരുത് എന്ന് ഉത്തരവുണ്ടെങ്കിലും പാലിക്കാറുമില്ല. മാസങ്ങൾക്ക് മുൻപാണ് കിഴക്കേക്കോട്ടയിലെ മത്സരയോട്ടം ഒരു സാധു മനുഷ്യന്റെ ജീവൻ എടുത്തത്. അതിനു പിന്നാലെ 2 ദിവസം ഇവിടെ ഗതാഗത വകുപ്പിന്റെ പരിശോധന ശക്തമാക്കി. പിന്നെ എല്ലാം പഴയപടി തന്നെ. സലിം മാലിക്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.